നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. തൊടുകുറിയുമായി ബന്ധപ്പെട്ട് ചില നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഈ സമയം നിങ്ങളിലേക്ക് കടന്ന് വന്നതിന് പോലും പ്രത്യേകമായ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ചില കാരണങ്ങളാലാണ് ഈ അധ്യായം നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില ഭാഗ്യാനുഭവങ്ങളുടെയും മാറ്റങ്ങളുടെയും ഒരു സൂചനയായി തന്നെ ഈ കാര്യങ്ങളെ കാണുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഏവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ വെങ്കടാചലപതിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഒരു ചിത്രമാണ്. അതായത് ജീവിതത്തിലെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ചില ശുഭകാര്യങ്ങളുടെ മുന്നോടിയായി അറിയപ്പെടുന്ന ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ കാര്യങ്ങൾ അത് ഏറ്റവും അനുകൂലമായി തന്നെ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരണം എന്നും വിഷമതകൾ ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഒരു പരിഹാരം ലഭിക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾക്ക് പോലും കാരണമാകാവുന്ന ഒരു സൂചന തന്നെയാണ് ഇത്. അപ്പോൾ ഫലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ വെങ്കടേശായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ വെങ്കടാചലപതിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാനുമായി വെങ്കടാചലപതിയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. കഴിഞ്ഞ കാലവുമായി അല്ലെങ്കിൽ നിലവിലെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിരവധിയാർന്ന സഹായങ്ങൾ പല ആവർത്തിയായി ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് അകമൊഴിഞ്ഞ സഹായവും തിരിച്ച് ഇങ്ങോട്ട് സഹായം പല അവസരങ്ങളിലും വേണ്ടതുപോലെ ലഭിക്കാത്ത വ്യക്തികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പല വിധത്തിലും ഒരു ഒറ്റപ്പെടൽ, അത് മനഃപൂർവ്വം മറ്റുള്ളവരാൽ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതായ ഒറ്റപ്പെടുത്തലോ അവഗണനയോ അനുഭവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. മാനസികപരമായ ഒരു ഒറ്റപ്പെടൽ തന്നെ ഇവിടെ നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, വളരെ സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. അങ്ങനെ തോന്നുന്ന ബന്ധുക്കളുണ്ടാകാം, സുഹൃത്തുക്കളുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കിടയിൽ നിങ്ങൾ അഭിനയിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്കേ അറിയൂ എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു സഹതാപം അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതും അതിൻ്റെ ഒരു കാരണമായി പരാമർശിക്കാം. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കും എന്നത് മറ്റുള്ളവർക്ക് അത് വിശ്വാസ്യതയില്ല എങ്കിൽ പോലും നിങ്ങൾ ആരെയും ചതിക്കാത്ത വ്യക്തികളാണ്. രഹസ്യമായി അവർ അംഗീകരിക്കും എങ്കിലും പരസ്യമായി അതവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില വേദനകൾ അവർ മൂലമുണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ ചതിയും വേദനയും പല സമയങ്ങളിലും പല ആവർത്തിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ മാത്രമല്ല അപ്രകാരം സംഭവിച്ചിട്ടുള്ളത്. വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും അത് ജീവിതത്തിൽ സംഭവിച്ചതിന്റെ ഒരു ഞെട്ടൽ
വിട്ടുമാറാത്ത സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെയധികം സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ, അത് സുഹൃത്തുക്കളാകാം, വേണ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ പങ്കാളി പോലുമാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടോ, ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ പോലുമാകാം. അത്തരത്തിൽ മനസ്സ് വിഷമിപ്പിച്ചതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുടുംബത്തോട് അത്രമേൽ സ്നേഹം എപ്പോഴും ജീവിതത്തിൽ പ്രകടമാക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെടാറില്ല എന്നത് ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിവുണ്ട്, സംസാരം കൃത്യം തന്നെയാണ്, ഒരു കാര്യം കൃത്യതയോടെ അവതരിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ അംഗീകാരം മാത്രം പലപ്പോഴും ലഭിക്കാറില്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷമകരമായ സാഹചര്യം തെറ്റിദ്ധാരണകളാണ്. പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ഇപ്പോഴും ആ തെറ്റിദ്ധാരണ പലർക്കും നിലനിൽക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ധനപരമായി നോക്കുകയാണ് എങ്കിൽ ധനം കൈകളിൽ വന്നാലും അത് പല കാര്യങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടു പോവുകയോ ചിലവായി പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് ചുരുക്കി പറയാം. ആ സമയം ഇല്ലാത്തതായ ചെലവുകൾ, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ ചെലവുകൾ കടന്നു വരും. ധനം പല വഴിയിലൂടെ നഷ്ടമാകും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരുപാട് ചിന്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ആ ശീലം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം കഷ്ടപ്പെടാൻ മനസ്സുള്ളവരും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അർഹതയ്ക്കനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അത്രമേൽ വിഷമം മനസ്സ് നീറുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭാഗ്യം വരാത്തതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നോക്കുകയാണ് എങ്കിൽ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ചില മാറ്റങ്ങൾ, അത് ജീവിതത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന സൂചന തന്നെയാണ് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളോട് പറയുന്നതായ കാര്യം. പരിഹാരമില്ലേ എന്ന് പോലും പ്രാർത്ഥിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ നിങ്ങളെ പ്രാർത്ഥനയുടെ ഫലമായി ചില പരിഹാരങ്ങൾ കടന്നു വരാം. അത് ധനപരമാകാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളാകാം. ഈ പറയുന്നതിന്റെ അർത്ഥം ഈ നിമിഷം മുതൽ നാളെ എന്നല്ല, പതിയെ അല്ലെങ്കിൽ അല്പം സമയമെടുത്താണ് എങ്കിലും ക്ഷമയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. വഴികൾ അപ്രതീക്ഷിതമായിരിക്കും തെളിയുക. അപ്രകാരം തെളിയുന്നതായ വഴികൾ അത് ഭഗവാന്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കൃപാകടാക്ഷമാണ് എന്ന തിരിച്ചറിവോടെ നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോവുക. വളരെ നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ എന്ന ചിന്ത ഉണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിനും കഴിവിനും അനുസരിച്ചുള്ള ഫലം സിദ്ധിക്കുക എന്നുള്ളതാണ്. തക്കതായ ഒരു അംഗീകാരം ലഭിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യമാണ് ഉള്ളത്. മാനസികപരമായി വളരെയധികം തളർന്നിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ പല സത്യങ്ങളും ജീവിതത്തിൽ വെളിപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും മാനസികപരമായി നിങ്ങളെ വളരെയധികം തളർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്.
ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് മാറ്റങ്ങളായി മാറും. ഈ സമയം ആരോഗ്യ കാര്യങ്ങളിലും പുരോഗതികൾ വന്നു ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഊർജ്ജസ്വലത കടന്നു വരികയും ആ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായ കാര്യങ്ങളിലേക്ക് അടുക്കുവാനുള്ള ഒരു അവസരവും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നതായ കാര്യങ്ങൾ, അവയെല്ലാം ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. മനസ്സിനെ ഈ സമയം നിങ്ങൾ തയ്യാറാക്കണം. വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുകയും മാറ്റങ്ങൾ പ്രതിഫലിച്ച് തുടങ്ങുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുക. ഈ സമയം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും എന്നതിനാൽ നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്നു നൽകിയ സന്ദേശമാണ്. തീർച്ചയായും ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നാളുകൾക്കായി ഭഗവാൻ നൽകിയ ആ വഴിയിലൂടെ മുന്നോട്ട് പോകൂ. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊടുകുറി ഫലപ്രകാരം കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങൾ വളരെ ശക്തരാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായ വ്യക്തികളാണ്. അത് പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ നിങ്ങളെ അടുത്തറിയാവുന്ന ചില വ്യക്തികൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം കൂടിയാണ്. നിങ്ങൾ എപ്പോഴും ആക്റ്റീവായി ഇരിക്കുന്ന വ്യക്തികളും അപ്രകാരം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സ് പല വഴിക്ക് ചിന്തിച്ചു പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ഒരേ സമയം ചിന്തിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഒരു പ്ലാനിങ് നടത്തുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. എന്നാൽ ഇപ്രകാരം പ്ലാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നടക്കും എന്ന വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകാം. ശുഭാപ്തി വിശ്വാസത്തോടെയാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പലപ്പോഴും അത് സാധിക്കണം എന്നില്ല. അവസാന നിമിഷം അത് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഇപ്രകാരം നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹിച്ച് ചെയ്ത് അവസാനം തടസ്സപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിഷമം ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ വളരെയധികം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിലകൊള്ളുവാൻ പ്രത്യേകമായ കഴിവ് എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ എപ്പോഴും നൽകുവാൻ സാധിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ താഴ്ച ആഗ്രഹിക്കാറില്ല എന്നതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഉയർച്ച ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർ കൂടിയാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ പകച്ചു പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ആക്റ്റീവായി ഇടപെടുമ്പോൾ സ്വന്തം പ്രശ്നം വരുമ്പോൾ സ്വയം പരിഹരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. ചില സമയങ്ങളിൽ പകച്ചു പോയാൽ പോലും ആത്മാർത്ഥമായ ഒരു സഹായം, പ്രതികരണം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അത് കൃത്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് വിഷമതകൾ, മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷമതകളാണ് പലപ്പോഴും നിങ്ങളെ ബാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം
പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നത് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇമോഷൻസ് പലപ്പോഴും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. അത് വേണം എന്ന് തന്നെ പരാമർശിക്കാം. ദേഷ്യം വന്നാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്തതായ സാഹചര്യം പോലുമുണ്ട്. ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരോടാണ് എങ്കിലും പറഞ്ഞു പോകും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് അബദ്ധമായി പോയല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുക. അപ്പോഴേക്കും പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില വിഷമങ്ങൾ വന്നു ചേരാം, ബന്ധങ്ങളിൽ വിള്ളൽ വീഴാം, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. അതിനാൽ ഇനി മുതൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. തോറ്റുകൊടുക്കുവാൻ തീരെ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചാൽ അത് പലപ്പോഴും ജീവിതത്തിൽ വലിയ വിഷമങ്ങൾക്ക് നിങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ പെട്ടെന്ന് അത് ബാധിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നിരവധിയാർന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും പലപ്പോഴുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവായ ചിന്തകളെ അപ്പാടെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയൊരു വിജയം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാം. ജീവിതത്തിലെ തടസ്സങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. ഒന്നിന് പുറകെ ഒന്നായ തടസ്സങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അവഗണന, ഇത്തരം പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ തടസ്സങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉടലെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ വളരെ പോസിറ്റീവായി തന്നെ ചില കാര്യങ്ങൾ, ചില വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് പോലുമാകാം എന്നുള്ളതാണ്. മുടങ്ങിപ്പോയിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരാം. നിങ്ങളെ പലരും എതിർത്തിരുന്നു എന്നത് വാസ്തവമാണ്. ആ എതിർത്തിരുന്നവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കാം. ധനപരമായും നിങ്ങൾക്ക് ഉയർച്ചകൾ സാധ്യമാകുവാൻ സാധ്യതയുള്ള സമയമാണ്. വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാൻ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. മാനസികപരമായി നിങ്ങൾ വളരെ ശക്തരായ വ്യക്തികളാകാം. ആരുടെ മുന്നിലും തല കുനിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാകാം. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ, പരാശ്രയത്വം കൂടാതെ പ്രവർത്തിക്കണം, ചിന്തിക്കണം, അപ്രകാരം സ്വാതന്ത്ര്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളെ ബാധിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന് നെഗറ്റീവായ ചിന്തകളാണ്. അതിനി വേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾക്ക് ദോഷം തന്നെയാണ്, നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരാവുന്ന ഒന്ന്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തനിയെ ഇല്ലാതാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ്. മനസ്സിലെ ഭാരം തീർച്ചയായും ഒഴിഞ്ഞു പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. നിങ്ങളുടെ ശുഭകരമായ സമയം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പലതും ഭഗവാൻ നടത്തി തരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടം തോന്നാവുന്ന സമാധാനപൂർണമായ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും
ഒരു ശുഭകരമായ സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോകൂ.